എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മെഷീനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്നുള്ളതാണ്. അതായത് മെഷീൻ്റെ പാർട്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അറിയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇതിൽ നമ്മൾ മെഷീനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പല മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്, നോർമൽ മെഷീൻ ഉണ്ട്, പവർ മെഷീൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി മെഷീൻസ് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സാധാരണ മെഷീൻ, അതായത് ഒരു നോർമൽ മെഷീൻ്റെ പാർട്സ് എങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ മെഷീനിൽ ഇതുപോലൊരു റിങ് പോലെ ഇരുന്നുണ്ടാവും. ഇതിനെയാണ് നമ്മൾ മെഷീൻ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ് വീൽ എന്ന് നമ്മളിതിനെ പറയും. അതിന് സെൻട്രലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലൊന്നുണ്ടാവും. അതിനെ നമ്മൾ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്ന് പറയും. അത് നമുക്ക് ടൈറ്റ് ചെയ്താലും അതായത് നമുക്ക് സ്ക്രൂ എന്തിനാ എപ്പോഴും ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ, അതേ ഒരു പർപ്പസ് തന്നെയാണ് അതിന്. നമ്മൾ മുകളിൽ കാണിച്ചു തന്നിട്ടുള്ള റിങ് ഉണ്ടല്ലോ, അതായത് ബാലൻസ് വീൽ എന്ന് പറയുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക, അതായത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്നത്. പിന്നീട് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബോബിൻ വിൻഡറാണ്. അതായത് നമ്മൾ ഈ ബോബിയിൽ നൂല് കോർത്തെടുക്കില്ലേ, നൂല് നമുക്ക് ഈസി ആയിട്ട് ബോബിയിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോബിൻ വിൻഡർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇതിൻ്റെ ഇടയിൽ ഒരു നേരത്തെ ഒരു കമ്പി ഇതുപോലെയുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബോബിൻ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു മുകളിലുള്ള സാധനം താത്തി കൊടുക്കും. താത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് കളർ ത്രെഡാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കളറിൽ നമ്മൾ നൂല് ചുറ്റിയെടുക്കും. ബോബിനിനകത്തേക്ക് നൂല് ചുറ്റിയെടുക്കും. അതിനെയാണ് നമ്മൾ ബോബിൻ വിൻഡർ എന്ന് പറയുന്നത്. മുകളിൽ നമ്മൾ ചെറിയൊരു വീല് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ ബാലൻസ് വീൽ എന്ന് പറയുന്നത്. ഇതിന് താഴത്ത് വരുന്ന ഈ ഒരു വലിയ വീലിനെയാണ് നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഘടിപ്പിക്കുന്നത് ഇതുപോലൊരു നൂലോ ത്രെഡ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ കോട്ടൻ്റെ ത്രെഡോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഇത് തമ്മിൽ ഘടിപ്പിക്കുന്നത്. അതായത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബാലൻസ് വീലിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ താഴത്ത് വരുന്ന ഫ്ലൈ വീലിലും കൂടി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്താലാണ് നമുക്ക് മെഷീൻ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ വീലും അതിൻ്റെ ത്രെഡും കേട്ടോ. ഇനി വരുന്ന മെഷീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്റ്റിച്ച് റെഗുലേറ്റർ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഇതാണ് സ്റ്റിച്ച് റെഗുലേറ്റർ. ഇതിൽ സെൻറ്ററിൽ നമുക്ക് ഇതുപോലൊരു സംഭവം ഇങ്ങനെ മുകളിലേക്കും താഴോട്ടേക്കും നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് 3 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് ടോപ്പ്, ഒന്ന് മിഡിൽ, ഒന്ന് ബോട്ടം. അപ്പോൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. മിഡിലിൽ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ചലിക്കില്ല. ബോട്ടത്തിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂ താത്തി കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾക്ക് എങ്ങനെയാണ്, തുണി ബാക്കോട്ട് പോവും, സ്റ്റിച്ച് മുമ്പോട്ട് വരും. മിഷൻ ചവിട്ടുന്ന ആളുകൾക്കറിയാം, തുണി ബാക്കോട്ടേക്ക് പോവും, മിഷൻ്റെ സ്റ്റിച്ച് മുന്നോട്ടേക്ക് വരും. പക്ഷെ നമ്മൾ താത്തി കൊടുത്തു കഴിഞ്ഞാൽ തുണി എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് വരും, സ്റ്റിച്ച് ബാക്കോട്ട് പോകും. അപ്പോൾ സ്റ്റിച്ച് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ടോപ്പിൽ വെച്ച് കൊടുക്കുക വെച്ചാൽ ടോപ്പിലും മിഡിലിനും ഇടയിലായും കൊണ്ട് ഒരു മിഡിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റിച്ച് കിട്ടുന്നത്. ഇനിയുള്ളതാണ് മിഷൻ്റെ ടോപ്പിൽ ഇതുപോലെ 2 എണ്ണം കാണും. ഇതിനെയാണ് നമ്മൾ സ്പൂൾ സ്പിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നീഡിലിൻ്റെ ഭാഗത്തേക്ക് പോവാം. നീഡിലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ടോപ്പിലായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ പൊങ്ങി വരുന്നൊരു സംഭവമുണ്ട്. അതായത് നീഡിൽ നമ്മൾ താത്തുകയും പൊക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങുകയും താവുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇതിനെയാണ് നമ്മൾ നോബ് എന്ന് പറയുന്നത്. നോബിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ സ്പൂൾ സ്പിന്നിന്ന് ത്രെഡ് എടുത്തിട്ട് ഇതിലൂടെയാണ് നമ്മൾ എടുക്കുക, താഴോട്ടേക്ക് എടുക്കുന്നത് ഈ ഒരു പോർഷനിലൂടെയാണ് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ വരുന്നത് ഇവിടേക്കാണ്. ഇതിനെയാണ് നമ്മൾ ടെൻഷൻ സ്ക്രൂ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയും ചെയ്യുക, ലൂസ് ചെയ്യുകയും ചെയ്യുക. അത് നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരും. സ്റ്റിച്ച് വല്ലാതെ കുടുങ്ങിയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെൻഷൻ സ്ക്രൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2 റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത്. ത്രെഡ് എടുത്തിട്ട് നമ്മൾ അതിലൂടെ ഇങ്ങനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്തിട്ട് വരും. അപ്പോൾ ഞാൻ എങ്ങനെ ത്രെഡ് കോർക്കണമെന്ന് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ പാർട്സാണ് ആദ്യം പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ത്രെഡ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് കാണുന്നൊരു ഭാഗമാണ് സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റർ. അത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ നീഡിൽ ബാറിലേക്ക് പോകുന്നത്. നീഡിൽ ബാർ എന്ന് പറയുന്നത് സൂചി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ നീഡിൽ ബാർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രഷർ ഫ്ലൂട്ടർ എന്ന് പറയുന്നത്. പ്രഷർ ഫ്ലൂട്ടർ എപ്പോഴും ഇങ്ങനെ ചലിച്ചും കൊണ്ടേ നിൽക്കണം. ഇങ്ങനെ ചലിച്ചും കൊണ്ടേ നിൽക്കുമ്പോഴാണ്
അത് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ. പിന്നെ താഴത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പല്ല് പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ പ്രഷർ ലിവർ ബാർ എന്ന് പറയുന്നത്. സൈഡിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിനെയാണ് നമ്മൾ പ്രഷർ സ്ക്രൂ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ പ്രഷർ കൂട്ടർ അയച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 ഉണ്ട്. ഒന്ന് ഷീൽഡ് പ്ലേറ്റും ഒന്ന് നീഡിൽ പ്ലേറ്റും. അതായത് പകുതി ഒരു ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പിലുള്ളതിന് നമ്മൾ നീഡിൽ പ്ലേറ്റ് എന്ന് പറയും. ബാക്കിയാണ് ഷീൽഡ് പ്ലേറ്റ്. ഷീൽഡ് പ്ലേറ്റ് മൂവ് ചെയ്താലാണ് താഴത്ത് നമുക്ക് ബോബിൻ കേസും ബോബിനും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. എന്നിട്ടാണ് ത്രെഡ് മുകളിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ബോബിനും ബോബിൻ്റെ കേസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ സെൻറ്ററിൽ കാണുന്നുണ്ടോ? ഞാൻ കൈവച്ച ഭാഗത്ത് ചെറിയൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിലൂടെയാണ് ത്രെഡ് മുകളിലേക്ക് വരിക കേട്ടോ. ഇതിനെയാണ് നമ്മൾ ട്രേഡിൽ അല്ലെങ്കിൽ ചവിട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആദ്യം ഒരു കാല് നമ്മൾ വെക്കുക, പിന്നെ രണ്ടാമത്തെ കാല് വെക്കുക. ആദ്യം വെക്കുന്ന കാല് കുറച്ച് മുന്നോട്ടേക്ക് വെക്കുക, രണ്ടാമത്തെ കാല് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലൈ വീല് തിരിച്ചു കൊടുക്കുക. അതായത് മുകളിലുള്ള വീലുണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കുക. അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജോയിൻറ്റ് വീലും തിരിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. മുന്നോട്ടും ബാക്കോട്ടേക്കും ആയിട്ട് നിങ്ങളിപ്പോൾ ഞാൻ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർ ഇതുപോലെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. വീലൊക്കെ തിരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക കേട്ടോ. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫ്ലൈ വീല് തിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്. ഫ്ലൈ വീൽ അതായത് നമ്മൾ ചെയർ ഇട്ടിട്ട് ഇരിക്കുമല്ലോ, ആ ഭാഗത്തേക്കാണ് ഫ്ലൈ വീല് തിരിക്കേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ശരിയായിട്ട് കിട്ടില്ല. അപ്പം നമ്മുടെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതാണ് ബോബിനും ബോബിൻ്റെ കേസും. പറയാത്തവർക്ക് ഇതാണ് ബോബിനും ബോബിൻ്റെ കേസും കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഞാനൊരു ബോബിൻ എടുത്തിട്ടുണ്ട്. ബോബിനിലേക്ക് നമ്മൾ ഇതേപോലെ ആദ്യം ത്രെഡ് എടുത്തിട്ട് കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുക. കുറച്ചിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബോബിൻ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ മെഷീൻ ചവിട്ടി കൊടുക്കുക. മെഷീൻ ചവിട്ടുമ്പോൾ ഈ ബോബിനിൽ നൂല് ചുറ്റി വരും. എനിക്കെന്തോ ഇതത്ര അങ്ങോട്ടേക്ക് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഞാനൊരു ഈർക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഈർക്കിൾ എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ബോബിൻ ഇതേപോലെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ കുറച്ച് നൂല് ഇതേപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ത്രെഡ് ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വെക്കുക. വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈ വീല് കറക്കി കൊടുക്കുക. കറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായത് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ബോബിൽ നൂല് കോർത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതാണ് ഫോളോ ചെയ്യാറ്. ഇത് എല്ലാം ശരിക്കും ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് മറ്റേ വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ചെയ്യണോണ്ട് നിങ്ങൾക്കിത് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നീഡിൽ കാണിച്ചു തരാം. ഇതാണ് നീഡിൽ. 16ൻ്റെ ആണ് നമ്മൾ നീഡിൽ എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ മെഷീൻ്റെ നീഡിലിന് ചോദിച്ചാൽ മതി, അവർ നമുക്ക് നീഡിൽ തരും കേട്ടോ. അപ്പോൾ നീഡിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ഭാഗത്ത് ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നീഡിൽ ക്ലാമ്പിലേക്ക് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നൂല് എങ്ങനെയായിട്ടുണ്ടെന്നും എന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ സ്പൂൾ സ്പിന്നിൽ നമ്മൾ നൂലിട്ടിട്ടുണ്ട്. നൂലിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതേപോലൊരു ഭാഗം ഉണ്ടാവും. ഇതിലൂടെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ടേക്ക് എടുക്കുക. ഈ ടെൻഷൻ സ്ക്രൂവിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇതേപോലെ എടുക്കുക. ഇതേപോലെ നമ്മളിവിടെ 2 പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഈ സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ത്രെഡ് കടർത്തിയെടുക്കുക. കടർത്തിയെടുത്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലെയുള്ള, സ്ക്രൂ അല്ല, ഒരു ചെറിയൊരു ഹോള് പോലെയുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യുക, കടത്തിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ നീഡിൽ ബാറിൽ ഓൾറെഡി നമ്മൾ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. അതായത് നീഡിലും നീഡിൽ ബാറും കൂടി അറ്റാച്ച് ചെയ്യുന്ന പോർഷനെയാണ് നീഡിൽ ക്ലാമ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂവിനെ നമ്മൾ നീഡിൽ സ്ക്രൂ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ക്രൂ ശരിക്കും നമുക്ക് മുഴുവനായിട്ട് ഊരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങൾക്ക് നീഡിൽ കാണിച്ചു തന്നപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഭാഗം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ഇരിക്കണമെന്ന് കാണാൻ വേണ്ടി ഞാനിത് മൊത്തമായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രൂ മൊത്തമായിട്ട് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. ഒരു കട്ടിങ് ഉള്ള പോർഷനിലേക്ക് നമ്മുടെ നീഡിലിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ള ത്രെഡ് ഈ നീഡിലിൻ്റെ സെൻറ്ററിൽ എന്തായാലും ഒരു ഹോൾ ഉണ്ടാവില്ല, ആ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ അതായത് സൂചിയിൽ നമ്മൾ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോബിനാണ്. അപ്പോൾ ബോബിൻ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബോബിൻ എടുത്തിട്ട് ബോബിൻ കേസിലേക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു കട്ടിങ്ങിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഇൻസേർട്ട് ചെയ്തിട്ട് നൂല് ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നൂല് പുറത്തേക്ക് ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്ക് അതിലൂടെ അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള നമ്മുടെ ഷീൽഡ് പ്ലേറ്റ് ഇതേപോലെ നീക്കുക.
നീക്കുമ്പോൾ നമുക്ക് ബോബിൻ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു പോർഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ബോബിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിങ്ങനെ ഇതുപോലൊരു കട്ടിങ് ഉണ്ടാവും. ഈ കട്ടിങ് ഉള്ള ഭാഗം ഇതേപോലെ ഇങ്ങനെ പൊക്കി പിടിക്കുക. പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോബിൻ അതായത് ബോബിൻ ഇട്ടിട്ടുള്ള ബോബിൻ കേസ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുങ്ങനെ ടക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കറക്റ്റായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഷീൽഡ് പ്ലേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇവിടെ ഫ്ലൈ വീല് തിരിച്ചിട്ട് അതായത് നീഡിൽ താത്തിയിട്ട് എടുത്തിട്ടുണ്ട്. താത്തി എടുത്തിട്ട് നമ്മൾ താഴെയുള്ള നൂല് അതായത് ബോബിലുള്ള നൂല് മുകളിലേക്ക് പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ത്രെഡ് വന്നിട്ടുണ്ട്. ഈ 2 ത്രെഡും നമുക്ക് പ്രഷർ കുക്കറിൻ്റെ താഴത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. നീക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റും നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, ബോബിലും ത്രെഡ് അതായത് മുകളിലും താഴെയും നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു അല്ലെങ്കിൽ പഠിച്ചു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ ത്രെഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലോത്ത് വെച്ചതിന് ശേഷം പ്രഷർ കുക്കർ താത്തി കൊടുക്കുക. താത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലൈ വീല് കറക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ താഴത്തുള്ള ജോയിൻറ്റ് വീലും എല്ലാം കറങ്ങും. അതിൽ നമ്മൾ ത്രെഡൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കറങ്ങും. എങ്ങനെയാണ് കറങ്ങുക, നമ്മൾ കാല് വെച്ചിട്ട് ചവിട്ടി കൊടുത്താലാണ് കറങ്ങുക. നിങ്ങൾക്ക് മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങും, അല്ലാത്തവർ കാല് വെച്ച് ചവിട്ടി കൊടുത്താലാണ് കറങ്ങുക. അപ്പോൾ കറങ്ങുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും, തുണി ബാക്കോട്ട് പോവും, സ്റ്റിച്ച് മുമ്പോട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.